അതെ, ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ എന്ത് രസാണല്ലേ. അത്യാവശ്യം നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വിവേകം വേണം. വിവേകത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. വിവേകമില്ലെങ്കിലോ സമാധാനമുണ്ടാവില്ല, സന്തോഷമുണ്ടായിരിക്കില്ല, ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള സുഖമോ അല്ലെങ്കിൽ സന്തോഷമോ ഒന്നും നമുക്കുണ്ടായിരിക്കില്ല. അത്യാവശ്യത്തിന് വിവേകമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? തിരിച്ചറിവ്. പലപ്പോഴും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് ആരുണ്ട്? കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? ഫേസ്ബുക്ക് ഉപയോഗിക്കും, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കും, അതുപോലെ യൂട്യൂബ് ഉപയോഗിക്കും, വാട്സപ്പ് ഉപയോഗിക്കും, ഷെയർ ചാറ്റ് ഉപയോഗിക്കും എന്നിങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇപ്പം നമുക്കൊരു ന്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ, അല്ലേ, നമുക്ക് ഏത് ന്യൂസും കിട്ടും. നമുക്ക് എന്തിനെങ്കിലും കുറിച്ചൊരു അല്ലേ, ഒരു അറിവ് കിട്ടണം. ആ അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എന്തിനെക്കുറിച്ചും നമുക്ക് അറിവ് കിട്ടും. ഇപ്പം നമുക്ക് യൂറോപ്പിലൊരു സ്ഥലം കാണണം, അല്ലേ? യൂറോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തൊരു സ്ഥലം കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ക്രോമിലല്ലേ, നമ്മളെന്താ പറയുക, നമ്മൾ ക്രോമിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം നമുക്ക് വിശദമായി അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും, അല്ലേ? കിട്ടും. എന്നാൽ ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോഴും വാട്സപ്പ് ഉപയോഗിക്കുമ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴും അതുപോലെ നമ്മൾ എന്താ പറയുക, യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? മതപരമായിട്ടുള്ള ചിന്തകൾ, മതപരമായിട്ടുള്ള ആശയങ്ങൾ, മതപരമായിട്ടുള്ള തോട്ട്സുകൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യും. ഇസ്ലാമിക ചിന്തകൾ, അല്ലെ, ഇസ്ലാമികപരമായിട്ടുള്ള ആശയങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൽ വിശ്വസിക്കുന്നവർ ഷെയർ ചെയ്യും. ഇനി ഹിന്ദുപരമായിട്ടുള്ള കാര്യങ്ങളോ, ഹിന്ദു ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഷെയർ ചെയ്യും, അല്ലേ? എന്നാൽ ക്രിസ്തുമതത്തിലുള്ള ആശയങ്ങൾ ആ മതത്തിൽ വിശ്വസിക്കുന്നവർ ഷെയർ ചെയ്യും, അല്ലേ? പലപ്പോഴൊക്കെ ഷെയർ ചെയ്യും. പല ആളുകൾ കമൻ്റ് അടിക്കും, പല ആൾക്കാർ അതിനെ ഫോളോ ചെയ്യും, പല ആൾക്കാരും ലൈക്ക് അടിക്കും, അല്ലേ? ഓരോ ആളുകളും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ അത് ചെയ്യും. ഇഷ്ടമില്ലാത്തവർ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കമൻറ്റ് ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല, ആ രീതിയിൽ അവർ പോകും. അവർക്ക് ഇഷ്ടമുള്ള അവർ ചെയ്യും, അല്ലേ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ മതമില്ലാത്തവരുമുണ്ട്, അല്ലേ? എന്നാൽ യാതൊരു മതത്തിലും വിശ്വസിക്കാതെ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശവും സ്വതന്ത്രമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുണ്ട്. യാതൊരു മതത്തിലും വിശ്വസിക്കാതെ അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ പലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? എപ്പോഴും നമ്മൾ ഏത് മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നതല്ല, ഏത് മതത്തിൽ എന്നുള്ളതല്ല, നമ്മൾ ഒരു മനുഷ്യനാകാനാണ് ആദ്യം പഠിക്കേണ്ടത്. സഹജീവികളെ സ്നേഹിക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സഹജീവികളെ നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. നമ്മൾ വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകണം. അത് മനുഷ്യൻ നൽകാൻ പഠിക്കണം. മനസ്സിലായോ? ഏതൊരു മനുഷ്യനും എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനൊരു പൊതു സ്ഥലത്തിരിക്കുകയാണ്. ഒരു പൊതു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ പ്രായത്തിന് നോക്കി നമ്മൾ ബഹുമാനിക്കണം. എന്നെക്കാട്ടിൽ ഒരു മുതിർന്ന ആൾ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പൊങ്ങാനുള്ള, അല്ലെ, ആ ചെയറിൽ നിന്ന് പൊങ്ങാനുള്ള ഒരു മനസ്സിൻ്റെ പൊങ്ങാനുള്ള ഒരു അവസ്ഥ എനിക്ക് തോന്നിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷേ ഇത്തരം ബഹുമാനങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ മറഞ്ഞു പോവുകയാണ്, അതൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഏത് മതത്തിലും, അല്ലേ, ഇസ്ലാം മതമായിക്കോട്ടെ, ഹിന്ദു മതമായിക്കോട്ടെ, ക്രിസ്തു മതമായിക്കോട്ടെ, എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്? സ്നേഹവും വാത്സല്യവും ബഹുമാനവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? വിശ്വാസം, സ്നേഹം, വാത്സല്യം, ബഹുമാനം, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മുതിർന്ന ആൾ എന്ത് ചെയ്യുന്നു, ഈ ബസ്സിൻ്റെ സീറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ സീറ്റിൽ ചെറിയ കുട്ടികൾ വരെ ആ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഈ മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ബസ്സിൻ്റെ സീറ്റിൽ നിന്ന് അവർ എണീറ്റ് കൊടുക്കുന്നില്ല. പലരും എണീറ്റ് കൊടുക്കുന്നില്ല. ചില ആളുകൾ എണീറ്റ് കൊടുക്കും, പലരും അധിക പേരും എണീറ്റ് കൊടുക്കുന്നില്ല. ഈ പ്രായമുള്ള ആളെ കണ്ടപാടേ നടിക്കുന്നില്ല. മനസ്സിലായോ? ഇത്തരത്തിലാണ് ആളുകളുടെ മനോഭാവവും വളർച്ചയും, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ആളുകൾക്കുള്ള സമീപനം. നമ്മൾ എപ്പോഴും
സ്നേഹിക്കാൻ പഠിക്കുക, വാത്സല്യം നൽകാൻ പഠിക്കുക, പരസ്പര ബഹുമാനം നൽകാൻ പഠിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മതങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മതങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മതങ്ങളൊക്കെ പഠിച്ചിട്ടും ആളുകൾ തലതിരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അത് അവർക്ക് വിവേകമില്ലായ്മയാണ്. ഒരു മനുഷ്യന് വിവേകമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു മതം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മളൊരു ഗ്രന്ഥം പഠിക്കുമ്പോൾ അതിൽ നിന്നും പറയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക. സ്നേഹിക്കുക, വാത്സല്യിക്കുക, മറ്റൊരാളെ പറ്റി കുറ്റം പറയരുത്, പരദൂഷണം പറയരുത്, മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതല്ല, ഇതിലും വലിയ വലിയ കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സാഹോദര്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ പങ്കുനേരാണ്. നമ്മൾ മദ്യം കഴിക്കരുത് അല്ലേ, മദ്യം കുടിക്കരുത്, മദ്യം കഴിക്കരുത് അല്ലേ, പലപ്പോഴൊക്കെ മദ്യം കഴിച്ചാലെന്ത് എന്ന് പറഞ്ഞിട്ട് മദ്യം കഴിക്കരുത് എന്ന് സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഈ ഒരു മതം പഠിച്ചിട്ടല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു മതം പഠിക്കണമെന്നില്ല. മദ്യം കുടിക്കരുത് എന്ന് അറിയാതെ മദ്യം കുടിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു മതം പഠിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾക്ക് നമ്മുടെ വിവേകത്തിൽ നിന്ന് വരണം. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എൻ്റെ മനസ്സിൻ്റെ താളം എനിക്ക് നഷ്ടപ്പെട്ടു പോകും, എൻ്റെ യൗവനത്തിൽ തന്നെ ഞാൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഊർജ്ജസ്വലമായ ശരീരത്തെ എനിക്ക് നശിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മദ്യം കഴിക്കില്ല, ഞാൻ പുക വലിക്കില്ല, മയക്കുമരുന്ന് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ സ്വയം വിവേകത്തോടു കൂടി നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് പ്രത്യേക ഒരു മതം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് വിവേകമാണ് വേണ്ടത്. ഇപ്പം മതം എല്ലാം പഠിച്ചിട്ടും വിവേകമില്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് നമ്മൾ മതം പഠിക്കുന്നതോടുകൂടി നമുക്ക് വിവേകം ഉണ്ടായി തീരുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിവേകത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വലിയ നല്ല സൽസ്വഭാവിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ കീറി മുറിക്കുകയാണെങ്കിൽ നമ്മൾ മതം പഠിച്ചിട്ട് എന്ത് കാര്യം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മതം പഠിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് പുറമേയുള്ള ആളുകളുടെ മുന്നിൽ സൽസ്വഭാവിയാണ്, എന്നാൽ നമ്മൾ മറങ്ങിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു അല്ലേ, ദുശീലമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പുറമേയുള്ള ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ വലിയ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കടന്നു വരികയാണ്. എന്നാൽ ഇത്തരം ചിന്തകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുകയല്ലേ, നമ്മൾ നമ്മുടെ മനസാക്ഷിയെ കീറിമുറിക്കുകയല്ലേ, നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ കടന്ന് ആക്രമിക്കുകയല്ലേ, നമ്മൾ നമ്മുടെ വിവേകത്തെ ഇല്ലായ്മ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് മതമാണെങ്കിലും മനുഷ്യത്വമാണ് വേണ്ടത്, സഹജീവികളോടുള്ള മനുഷ്യത്വം. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക, സമൂഹത്തെ സ്നേഹിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ സഹജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കാൻ പഠിക്കുക, ബഹുമാനം നൽകുക, വാത്സല്യം നൽകുക, ചതിക്കരുത്. ചതിക്കാൻ പഠിക്കുന്നവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അല്ലേ. മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ ചതിക്കാം, മറ്റുള്ള ആളുകളെ എനിക്ക് എങ്ങനെ നശിപ്പിക്കാം, മറ്റുള്ള ആളുകളെ ഏത് വിധേനയായാലും വേണ്ടില്ല, എന്നേക്കാൾ മുകളിലേക്ക് വളർന്നു പോകരുത് എന്ന ചിന്തയുമായിട്ടാണ് പല ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാൾ എന്നെക്കാട്ട് മുകളിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാനും അദ്ദേഹത്തിനെ ചവിട്ടി മതിക്കാനും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനും അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയാണ് പലരും പരിശ്രമിക്കുന്നത്. ഇതൊക്കെ മതം പഠിച്ചവരുണ്ട്, മതം പഠിക്കാത്തവരുണ്ട് അല്ലേ. വിവേകമുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ? വിവേകമുള്ളവർ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല. അപ്പം നമ്മൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ, അതായത് വിശ്വസിക്കാവുന്നത് അവരവരുടെ ഇഷ്ടമാണ്, വിശ്വസിക്കാത്തതും അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യനാകാൻ വേണ്ടി പഠിക്കുക, സ്നേഹിക്കാൻ വേണ്ടി പഠിക്കുക, ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഒരാളെയും വിഷമിപ്പിച്ച് ജീവിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ന്യൂസുകളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് സ്വന്തം സുഹൃത്തുക്കളെ, സ്വന്തം കൂട്ടുകാരിയെ, സ്വന്തം കുടുംബാംഗങ്ങളെ, അതായത് ജ്യൂസിലും മറ്റുള്ള കാര്യങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവരെ പീഡിപ്പിക്കുന്നു, അവരെ വഞ്ചിക്കുന്നു, അവരെ ഇല്ലായ്മ ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെ കീറി മുറിക്കുന്നു, അവരെ നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, ന്യൂസ് കേൾക്കുന്നത് അല്ലേ. ഇത്തരം ന്യൂസുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം, ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ അതേ സമയം അതുപോലെ തന്നെ നമ്മൾ മനുഷ്യനെയും പരിഗണിക്കുവാനും മനുഷ്യനെയും വിശ്വസിക്കുവാനും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക.
ഒരാളെയും അല്ലേ നമ്മൾ നല്ല വിവേകത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് നമ്മൾ കെട്ടിപ്പടുക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത്. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിലുള്ള നല്ല വശങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തൂ. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതിലുള്ള നല്ല പാഠങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തൂ. ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ അതേപടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നല്ല പോയിന്റ് അല്ലേ, നല്ല ഭക്ഷണം കഴിക്കണം, മദ്യം കഴിക്കരുത്, അതുപോലെ ഒരാളെയും നശിപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്, നിങ്ങൾ എന്താ പറയുക, താഴ്മയായി എപ്പോഴും ബഹുമാനത്തോടു കൂടി എല്ലാവരെയും കാണണം. ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു സാമാന്യ ബുദ്ധിയും വിവേകവുമാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും, സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. മനുഷ്യനായി, മനുഷ്യത്വത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, വിവേകത്തോടു കൂടി ചിന്തിക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന മതം ഏതായാലും നിങ്ങൾ അതിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക കേട്ടോ.